ഹായ് ഓൾ, കേരള പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. കേരള പി എസ് സിയുടെ ബ്രേക്കിംഗ് ന്യൂസ്. ഏറ്റവും പുതിയ വാർത്ത, കൺഫർമേഷൻ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. മെയ് 2-ാം തീയതിയാണ് ഡിഗ്രി പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഏതൊക്കെ കാറ്റഗറി നമ്പർ ആണെന്നും നെയിം ഓഫ് പോസ്റ്റും അറിയേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു ഇൻഫർമേഷൻ ആദ്യം തന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത്, ഫെബ്രുവരി 27 മുതൽ മാർച്ച് 18 വരെയാണ് കൺഫേം ചെയ്യേണ്ട ഡേറ്റുകൾ. ഇപ്പോൾ ഫെബ്രുവരി 27 മുതലാണ്. ഇപ്പൊ പലരും ആദ്യം തന്നെ ചെയ്യുന്നവരുണ്ട്, എന്നാൽ കുറച്ച് മടി പിടിച്ച് പിന്നീടൊക്കെ ചെയ്യാം, മാർച്ച് വരെ ഉണ്ടല്ലോ എന്ന് കരുതി നീക്കി വെക്കുന്നവരുമുണ്ട്. ഇപ്പൊ പലരും മറന്നു പോകാറുള്ള ഒരു കാര്യമാണ് കൺഫേം ചെയ്യുക എന്നുള്ളത്. വരാൻ പോകുന്നത് കിടിലൻ അവസരങ്ങളാണ്. വളരെ മികച്ച സാലറിയും വളരെ മികച്ച ഒരു ജോബുമാണ്. ഒരുപാട് എക്സാമുകളാണ് കൺഫേം ചെയ്യാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, നീക്കി വെച്ച് മറന്നുപോയി നിങ്ങളുടെ ഈ മികച്ച അവസരം ഇല്ലാണ്ടാക്കരുത്. എത്രയും വേഗം കൺഫേം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കേരള PSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യാനും മറക്കേണ്ട. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ SBC ID, ട്രിബ്യൂണലിന്റെ എക്സാം, KSFE, KSCB പോലുള്ള അസിസ്റ്റന്റ് എക്സാംസ്, ഇതൊക്കെ നല്ല പോസ്റ്റുകളാണ്. ഗ്ലാമർ തസ്തിക എന്ന് തന്നെ പറയാം. സാലറി പാക്കേജ് ആണെങ്കിലും 55K മുകളിലാണ്. ഇപ്പൊ അസിസ്റ്റന്റ് ട്രിബ്യൂണൽ എക്സാം ഒക്കെ ഇപ്പോഴത്തെ പുതിയൊരു സാലറി പാക്കേജ് കൂടി വരുമ്പോൾ 70,000-ൽ മുകളിലായിരിക്കും ശമ്പളം വരാൻ പോകുന്നത്. അപ്പൊ അത്രയും നല്ല ഒരു പാക്കേജ് ഒരു തുടക്കക്കാരന് തന്നെ ലഭിക്കുകയാണ്. ഇപ്പൊ കേരള PSCയിലെ ഒരു ഗവൺമെന്റ് ജോബായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു IT മേഖലയിലൊക്കെ കിട്ടുന്ന അത്രയും പ്രൊഫൈൽ, ആ ഒരു രീതിയിലുള്ള സാലറി തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാം, ഡിഗ്രി മെയിൻസ് എക്സാം, ഇതൊക്കെ അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ആണ്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ട് ചെന്ന് കയറുമ്പോൾ അത്രയും ഒരു ശമ്പളം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻസ് എല്ലാം ഒരു വേർത്തായി മാറുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യൂ. വളരെ മികച്ച രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് തന്നെ സെക്യൂർ ആയി മാറുന്ന അത്രയും തകർപ്പൻ എക്സാമുകൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന് തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകും. നമ്മൾ ആ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഒരു കുറവും വരുത്തരുത്. അത്രയ്ക്ക് നല്ല സാലറി ഉള്ള ജോബ് തന്നെയാണ്. ജോബ് വെച്ച് നോക്കുമ്പോഴും നല്ല മികച്ച ജോബ് തന്നെയാണ് ഈ ഓരോ പോസ്റ്റുകളും. അപ്പൊ നമുക്കറിയണം ഏതാണ് ഇതിന്റെ കാറ്റഗറി കോഡ്, എന്നാണ് കൺഫേം ചെയ്യേണ്ട ഡേറ്റുകൾ, എന്നാണ് എക്സാം, അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റുകളാണ് ഇപ്പോൾ കൺഫേം ചെയ്യാൻ വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയണം. ആദ്യം തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ മെയ് 2-ാം തീയതിയാണ്. ഇനി ഈ എക്സാമുകളുടെ എല്ലാം കൺഫർമേഷന്റെ ഡേറ്റ് ഫെബ്രുവരി 27 ടു മാർച്ച് 18 ആണ്. അപ്പൊ എന്റെ ഡേറ്റ് ഓർത്തോളൂ, മാർച്ച് 18 ആണ്. രാത്രി 12 മണി വരെയാണ് PSC സമയം തരുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്രയും വേഗം ചെയ്യുക എന്നുള്ളതാണ്. നീക്കി വെച്ച് മറന്നുപോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടത്തില് നിരാശയോടെ ദുഃഖിച്ച് എക്സാം എഴുതാൻ പറ്റാണ്ടിരിക്കരുത്. നിങ്ങൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് 187/2025 ഇത് എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിന്റെ കൺഫർമേഷൻ ഡേറ്റ് ആണ്. അപ്പൊ ഇതാണ് കാറ്റഗറി കോഡ്, ഇതാണ് നെയിം ഓഫ് പോസ്റ്റ്. നമ്മൾ എല്ലാ ഡേറ്റും ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം. ഫെബ്രുവരി 27 ടു മാർച്ച് 18 ആണ് നമ്മളുടെ എക്സാം ഡേറ്റ്. എന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മെയ് 2 ആണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മെയ് 2-നുള്ളത്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ അത്രത്തോളം ഹാർഡ് വർക്ക് ആയേ പറ്റൂ. പ്രിലിംസ് എക്സാം കുറച്ച് ടഫായിട്ട് തന്നെയാണ് കേരള PSC നടത്തുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസിന്റെ മെയിൻസ് ആണെങ്കിലും പ്രിലിംസ് ആണെങ്കിലും ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഇനി 017 17/2025 എന്ന കാറ്റഗറി കോഡ് SBC ID-യുടെ ആണ്. SBC ID എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്. ഇനി 564/2025 സിവിൽ എക്സൈസ് ഓഫീസർ, 573/2025 ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, 446/2025 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ,
454 2025 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പൊ ഇതിനകത്ത് പലരുടെയും സ്വപ്ന ജോലി പലതായിരിക്കും, എങ്കിലും ഒരു കോമൺ ആയിട്ട് ഒരുപാട് പേർ സ്വപ്നം കാണുന്ന ഒരു ജോലി SI എന്ന് പറയുന്ന ജോബ് ഉണ്ട്. അതുപോലെ ഒരു കോമൺ സ്വപ്നമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന ജോബും KSFE അസിസ്റ്റന്റ് എന്ന ജോബും. ഇനി നമ്മൾ 451 2025 അസിസ്റ്റന്റ് ജയിലർ, 448 2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, 383 2025 ജൂനിയർ അസിസ്റ്റന്റ്, 383 2025 ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ ആണ്. 269 2025 ഇതാണ് അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സാലറി സ്കെയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 70,000 പ്ലസ് റേഞ്ച് ആണ്. പുതിയ ശമ്പള പരിഷ്കരണത്തിന് ശേഷം ഇതിന്റെ ശമ്പളം വരാൻ പോകുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് മന്ത് മുതൽ നമുക്ക് കിട്ടുന്നത് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്രൊമോഷൻസും സാലറി ഇൻക്രിമെന്റും ഒക്കെ വളരെ കൂടുതലാണ്. ഇപ്പൊ ലൈഫ് മൊത്തത്തിൽ സെറ്റ് ആവുന്ന അത്രയും തകർപ്പൻ അവസരങ്ങളാണ് നിങ്ങളുടെ കൺമുന്നിലുള്ളത്. ഇനി ഈ ഒരു അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ 3 വർഷമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ PSC പ്രായപരിധിയൊക്കെ കൂട്ടി പതുക്കെയൊക്കെ എഴുതാം എന്ന് കരുതിയിരിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, ഓരോ പ്രാവശ്യവും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എത്രയും വേഗം നമ്മൾ ജോലിയിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. വളരെ മികച്ച രീതിയിൽ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ടെല PSCയുടെ ആശംസകൾ. മികച്ച രീതിയിൽ പഠിക്കൂ. നിങ്ങൾ ഈ വരുന്ന പ്രിലിംസ് എക്സാമിന്റെ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ വരുന്ന എക്സാമിലും നിങ്ങൾ ഉണ്ടാകട്ടെ. പ്രിലിംസ് ഈ ഒരു ഡിഗ്രി പ്രിലിംസ് ഒറ്റ ഒരു എക്സാം ആണ് മെയ് 2. നിരവധി എക്സാമുകൾ ഒരുമിച്ചാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം മെയിൻസ് പ്രിപ്പറേഷൻ സിലബസ് പ്രകാരം വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓരോന്നിനും ഓരോ സിലബസ് ഒക്കെ PSC തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട. ഒന്നാമത്തെ ഡേറ്റ് നമ്മൾ ഓർക്കേണ്ടത് കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 18. രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ട ഡേറ്റ് എക്സാം ഡിഗ്രി പ്രിലിംസ് എക്സാം മെയ് 2. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.